ഹലോ, എല്ലാവർക്കും നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിൻ്റെ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ്. സുധീഷ് പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ പിടിച്ചിട്ടും യാതൊരു കൂസലും ഇല്ലാതെയാണ് കേട്ടോ സുധീഷ് നിധിയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയും തൻ്റെ കള്ളങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് മറ്റൊരാളുടെ തലയിൽ ചുമത്താനും സുധീഷിന് യാതൊരുവിധ മടിയുമില്ല. ഇത്രയും കള്ളങ്ങൾ പറഞ്ഞു കൂട്ടിയിട്ടും സുധീഷ് വീണ്ടും വീണ്ടും കള്ളങ്ങൾ തന്നെയാണ് പറയുന്നത്. നിധി ഇങ്ങനെ സുധീഷിനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു വ്യാജനാണ്, നിങ്ങളൊരു കള്ളനാണ്, നിങ്ങളൊരു ഫ്രോഡാണ്, നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, ഇനിയും ഞാൻ നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ഈ വീട്ടിലിരിക്കും, നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇത്രയും ദൂരം ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി പോകുന്നതെന്നൊക്കെ നിധി ഇപ്രകാരം സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. കൂടാതെ ഈ വീട്ടിലുള്ളത് നിങ്ങളെ കൂടപ്പിറപ്പ് തന്നെയാണോ, അതോ അതും നുണയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിധിക്ക് സുധീഷിനോടുള്ള വിശ്വാസം അത്രമേൽ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിധി പറയുന്നുണ്ട്, എൻ്റെ ജോലിക്കാര്യത്തിൽ വരെ നിങ്ങൾ എന്നെ പറ്റിച്ചു. ഇതെല്ലാം സുധീഷിനോട് നിധി ദേഷ്യപ്പെട്ട് പറയുമ്പോൾ സുധീഷും തിരിച്ച് അതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് ന്യായീകരിച്ച് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ നിന്നോട് പറയാനാ, നമ്മൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഞാനൊരു സാധാരണ ഡ്രൈവറും നീയാണെങ്കിൽ ഒരു മുതലാളിയുടെ മോളും. നിന്നോട് ഞാൻ എങ്ങനെ എൻ്റെ കുടുംബചരിത്രം പറയാനാ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സുധീഷ് തൻ്റെ കള്ളങ്ങളിൽ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ കേട്ടപ്പോൾ നിധിക്ക് കൂടുതൽ ദേഷ്യമായി. മതി, എനിക്ക് നിങ്ങളുടെ നുണക്കഥ കേട്ട് മതിയായി, ഇനി എന്നോട് ഡയലോഗ് അടിക്കാൻ വരണ്ട, മതി എന്നൊക്കെ പറഞ്ഞ് നിധി സുധീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവരിങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് നികേഷ് കടന്നു വരുന്നത്. നികേഷ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരിക്കുകയാണ്, വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി നികേഷിൻ്റെ കൂടെ വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് നികേഷ് നിധിയെ ഇങ്ങനെ സമാധാനിക്കുന്നുണ്ട്. ഏട്ടൻ അങ്ങനെ വിചാരിക്കുന്ന പോലെ ഡേഞ്ചറസ് ഒന്നുമല്ല, പിന്നെ ഏട്ടന് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ വീട്, അങ്ങനെയൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്, അതൊന്നും ഒരിക്കലും നടക്കില്ല, അതുകൊണ്ടാണ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി സൃഷ്ടിക്കുന്നത്, അല്ലാതെ ഏട്ടൻ അത്ര ദുഷ്ടനൊന്നുമല്ല എന്നൊക്കെ നിധിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടും നിധിയുടെ മനസ്സ് തണുക്കുന്നില്ല. എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ പറ്റിക്കുന്നത്, അതുകൊണ്ട് എന്ത് കിട്ടാനാണ്, ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ് എന്നൊക്കെ നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് നടന്നു പോകുന്നു. അപ്പോഴേക്കും സുധീഷ് വീട്ടിലെത്തുന്നുണ്ട്. സുധീഷ് വീട്ടിലെത്തിയിട്ട് ആ ദേഷ്യം സുഭാഷ് ഏട്ടനോടും ഹരീഷിനോടും തീർക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ സത്യങ്ങളെല്ലാം പറഞ്ഞതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഹരീഷിന് അസൂയാണ്, ഇപ്പോൾ നിങ്ങളെല്ലാവരും അവളുടെ മുന്നിൽ മാന്യന്മാരായി, ഞാൻ മാത്രം തെറ്റുകാരനായി എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ അപ്പോഴും താൻ പറഞ്ഞ കള്ളത്തിൽ സുധീഷ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുധീഷിന്റെ ഈ സംസാരം കേട്ടിട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഹരീഷിന് ദേഷ്യം വരികയും ഹരീഷ് സുധീഷിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. അടി കൊണ്ട സുധീഷ് ഹരീഷിന്റെ മുഖത്ത് ആഞ്ഞടിക്കാൻ നോക്കുമ്പോൾ ആ അടി കൊള്ളുന്നത് നമ്മുടെ സുഭാഷ് ഏട്ടനാണ്. സുഭാഷ് ഏട്ടനെ സുധീഷ് അടിക്കുന്ന സീൻ കണ്ടുകൊണ്ടാണ് നമ്മുടെ നികേഷും നിധിയും കടന്നു വരും. ഇത് കണ്ട് നമ്മളെ നിധിക്ക് ഷോക്കായി. ഇത്രമാത്രം ചെയ്തു കൂട്ടിയതൊന്നും പോരെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊന്നും പോരെ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു നിധിയുടെ നിൽപ്പ്. അങ്ങനെ നമ്മളെ നിധി കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഏട്ടനും അനിയനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അവരുടെ സ്നേഹവും ഈ വീടിൻ്റെ അവസ്ഥയും ഇതെല്ലാം കൂടി ആലോചിച്ച് നിൽക്കുകയാണ് നമ്മളെ നിധി. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ സുധീഷിനോട് ക്ഷമിക്കുന്നതും ഈ വീടിൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി ഇവരെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വിശേഷങ്ങളുമായി ഉടനെ തന്നെ കാണാം. ബായ്.